എല്ലാവർക്കും നമസ്കാരം. എന്നെ തികച്ചും സ്തബ്ധനാക്കിയ ഒരു കൃഷ്ണാനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. എഴുതി അയച്ചു തന്നതാണ്. അതെനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ഈഗർലി വെയിറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനെ ഒരു കൃഷ്ണാനുഭവമാണ്. പെട്ടെന്ന് കേൾക്കാം. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചെറിയ ഗോശാലയൊക്കെയുള്ള രാധാകൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അവിടെ ഇരുന്നാണ് ഞാൻ ദിവസവും മാല ജപിക്കുന്നത്. ഒരു ദിവസം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണ് ഒരു നിമിഷത്തേക്ക് അടഞ്ഞുപോയി. കണ്ണ് തുറന്നതും എൻ്റെ തൊട്ടടുത്തൊരു പയ്യൻ നിൽക്കുന്നു. ഒരു 15-16 വയസ്സ് പ്രായം തോന്നും. കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു. തലയിൽ ഒരു ഷാൾ ഇട്ടിട്ടുണ്ട്. പ്രത്യേക രീതിയിൽ ഒറ്റ നോട്ടത്തിൽ കാലികളെ മേച്ച് നടക്കുന്ന ഒരു ബാലൻ്റെ രൂപം തുടർച്ചയായി എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ വിചാരിക്കൂ, ഈ കുട്ടി എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ പതിഞ്ഞ സ്വരത്തിൽ എന്നോട് പറയുന്നു, രാധാകൃഷ്ണ ബോലോ എന്ന്. രാധാകൃഷ്ണ എന്ന് പറയൂ. ഞാൻ അപ്പോൾ കൈകൊണ്ട് ജപിക്കുകയല്ലേ, ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് കാണിച്ചു. ആള് പിന്നെയും എന്നെ നോക്കി നിൽക്കുന്നു. ഒരു 2 മിനിറ്റ് പിന്നിട്ടു. ആ സമയം, ആ നിൽപ്പ്. അപ്പോൾ ചുറ്റുപാടും വളരെ ശാന്തം, ഒരു ശബ്ദവുമില്ല എങ്ങും. അന്തരീക്ഷത്തിന്റെ നിറം അല്പം മാറിയതുപോലെയുണ്ട്. ആൾക്കാരൊക്കെ പ്രതിമ പോലെ നിൽക്കുന്നു. ആരും അനങ്ങുന്നില്ല. കാറ്റുപോലും നിന്നു പോകുമോ എന്നൊരു തോന്നൽ. അപ്പോൾ ഒരു നിമിഷത്തേക്ക് എൻ്റെ കണ്ണ് ഒന്ന് ചിമ്മി. നോക്കിയപ്പോൾ ആളില്ല. അവിടെയെങ്ങും തിരഞ്ഞു, കണ്ടില്ല. പൂജാരി വാതിൽക്കൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു, കറുത്ത വസ്ത്രം ധരിച്ചൊരു കുട്ടിയെ ഇവിടെ കണ്ടോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ എനിക്ക് തോന്നിയതാവുമെന്ന് വിചാരിച്ചു. ജപം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അമ്പലത്തിൻ്റെ ഉടമ എന്നെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ക്യാമറ ഉണ്ട്, മാഡം വേണമെങ്കിൽ നമുക്ക് ആ ക്യാമറ ചെക്ക് ചെയ്യാമെന്ന്. ക്യാമറയിൽ എന്തെങ്കിലും പതിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാമല്ലോ. ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതിന് തൊട്ട് മുമ്പ് വരെ ക്യാമറ വർക്കായിരുന്നു. ആ 2 മിനിറ്റ് മാത്രം ക്യാമറ നിന്നുപോയിരുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങളെപ്പറ്റിയും അതിൽ പറഞ്ഞിരിക്കുന്നു. അവർ പറയുന്നത് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, ക്യാമറ ഫുൾ ടൈം വർക്കായി നിൽക്കുന്നതാണ് എന്ന്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. രാധാദേവിയുടെ വിഗ്രഹം നോക്കി ജപിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത എന്താണ് എന്നാൽ വൃന്ദാവനത്തിൽ പോകാൻ പറ്റുന്നത് എന്നാണ് എന്നായിരുന്നു. അതിനുള്ള മറുപടിയായി നീ വന്നു. രാധാദേവിയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും പറയാറില്ലേ, വൃന്ദാവനത്തിൽ പോകണമെങ്കിൽ രാധാദേവിയെ വിളിക്കണമെന്ന്, എങ്കിലേ പോകാൻ പറ്റുള്ളൂ എന്ന്. ഹരേ കൃഷ്ണ മന്ത്രം ഞാൻ ജപിക്കാറുള്ളത്. അതിൻ്റെ കൂടെ രാധാകൃഷ്ണ ബോലോ എന്ന് എന്നോട് പറഞ്ഞു കണ്ണൻ. ഈ കുട്ടിയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്, ഇവിടെയെങ്ങും മുൻപ് കണ്ടിട്ടില്ലല്ലോ, വൃന്ദാവനത്തിൽ നിന്നും വന്നതാവുമെന്നാണ്. വെറുതെ തോന്നി. പിന്നെയാണ് മനസ്സിലായത്, തോന്നിയതല്ല, സത്യമായും വൃന്ദാവനത്തിൽ നിന്നും എൻ്റെ ഭഗവാൻ തന്നെയാണ് വന്നത്. രാധാദേവി പറഞ്ഞു വിട്ടതാണ്. കണ്ണാ, ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. ഞാനൊന്നും പറയുന്നില്ല, ബാക്കി നിങ്ങൾ പറയുക.